നമസ്കാരം. സർക്കാരിൻ്റെയും സർവകലാശാലയുടെയും വിദ്യാർത്ഥികളുടെയും ഇടപെടൽ ഫലപ്രാപ്തിയിലെത്തുമോ? അല്പസമയത്തിനുള്ളിൽ ലോ അക്കാദമി ഡയറക്ടർ ബോർഡ് യോഗമാണ്. ലക്ഷ്മി നായർ മാറുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ലോ അക്കാദമിയുടെ നിർണായക ഡയറക്ടർ ബോർഡ് യോഗമാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. ലോ അക്കാദമി തുറക്കാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇരിക്കുകയാണ്. ഒപ്പം പുതിയ പരാതിയും ലോ അക്കാദമി നൽകിയിട്ടുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന തരത്തിലേക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ചു എന്ന് ആക്ഷേപിച്ച കേസിൽ ലക്ഷ്മി നായർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ വിദ്യാർത്ഥികളുമായി മാനേജ്മെന്റ് ചർച്ചയിലാണ്. അതിനുശേഷം ഡയറക്ടർ ബോർഡ് യോഗമുണ്ട്. ആ വിവരങ്ങളൊക്കെ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ആ സമരപ്പന്തലിന് മുന്നിൽ നിന്നും കോളേജിന് അക്കാദമിക്ക് മുന്നിൽ നിന്നും തയ്യാറാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ചർച്ചയിൽ എ റഹീം, ABVP പ്രതിനിധി മനു, ഒപ്പം ഉപസമിതി കൺവീനർ രാജേഷ്, KSU പ്രതിനിധി JM രോഹിത്, സാമൂഹ്യ നിരീക്ഷകൻ ഉണ്ണിച്ചെറിയാൻ, ഒപ്പം നാഗരാജിനെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പങ്കെടുക്കാം എന്ന് പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ ഇങ്ങനെയാണ് ചർച്ച പുരോഗമിക്കുന്നത്. ചർച്ച തുടരുകയാണ്. ലോ അക്കാദമി സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകാനായി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ അവിടെ നിന്നും തത്സമയം ചേരുകയാണ്. ജീവൻ, വിദ്യാർത്ഥികളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തിയോ? എപ്പോഴാണ് ഡയറക്ടർ ബോർഡ് യോഗം ചേരുക? ലക്ഷ്മി നായർ മാറി നിൽക്കാൻ ഡയറക്ടർ ബോർഡ് നിർദ്ദേശിക്കും എന്നൊക്കെയാണ് വാർത്തകളായി പുറത്തെത്തുന്നത്. അജിംഷാദ്, ഇപ്പോൾ 8 മണിയോടുകൂടിയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ഇപ്പോൾ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഓരോ വിദ്യാർത്ഥി സംഘടനയുടെയും 3 പ്രതിനിധികളെ വീതമാണ് പോലീസ് അകത്തേക്ക് കയറ്റിവിട്ടത്. മാധ്യമങ്ങൾക്ക് നിലവിൽ അകത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ മാനേജ്മെന്റ് അധികാരികളുമായി സംസാരിച്ചതിനു ശേഷം മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം പറയാമെന്നതാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്നത്. 4 വിദ്യാർത്ഥികളെ കയറ്റണം എന്ന കാര്യത്തിൽ ബാക്കിയുള്ള ABVPയുടെ ജില്ലാ പ്രസിഡന്റിനെയും ജില്ലാ സെക്രട്ടറിയെയും യൂണിറ്റ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കയറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP പ്രവർത്തകർ അല്പനേരം പോലീസുമായി വാക്കേറ്റം ഉണ്ടായി. നേരിയ തോതിൽ സംഘർഷം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ABVPയുടെ 3ഓളം പ്രവർത്തകർ അകത്തേക്ക് പോയിട്ടുണ്ട്. ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രവർത്തകർ അകത്തേക്ക് മാനേജ്മെന്റുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി അകത്തേക്ക് പോയിരിക്കുകയാണ്. നിർണായകമായ ചർച്ചയാണ് അകത്ത് നടക്കുന്നത്. പ്രധാനമായും ഇന്ന് ഇപ്പോൾ ലക്ഷ്മി നായർ മാറി നിൽക്കും എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ വിദ്യാർത്ഥി തന്നെയാണ് ജീവൻ. അതായത് വിദ്യാർത്ഥി പ്രതിനിധികളൊക്കെയുമായി ഇപ്പോൾ ചർച്ച തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കർശനമായ സ്റ്റാൻഡ്, ഈ പ്രിൻസിപ്പൽ മാറി നിൽക്കണം എന്ന സ്റ്റാൻഡ് തന്നെയാകും വിദ്യാർത്ഥികൾ ഇന്നും ആവർത്തിക്കുക. തീർച്ചയായും ലക്ഷ്മി നായരെ മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നതാണ് വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല. താൽക്കാലികമായി മാറ്റി നിർത്തുന്നത് പോലും ഈ കാര്യത്തിൽ സ്വീകാര്യമല്ല. മാനേജ്മെന്റ് അത്തരമൊരു നിർദ്ദേശമാണ് മുൻപോട്ട് വെക്കുന്നതെങ്കിൽ അത് ഒരു തരത്തിലും ആ കാര്യത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന തീരുമാനമല്ല എന്നതാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. എന്തായാലും വേറെ നിർണായകമായ ചർച്ച ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അകത്തേക്ക് വിദ്യാർത്ഥി നേതാക്കൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ മാനേജ്മെന്റുമായുള്ള ചർച്ച ഏത് തരത്തിലായിരിക്കും എന്ന് അറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുക. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ജീവൻ, ഞങ്ങൾ ബന്ധപ്പെടാം ജീവനിലേക്ക്. വിദ്യാർത്ഥി പ്രതികൾ ഇറങ്ങുമ്പോഴും യോഗത്തിന് ശേഷവും ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷവും ഒക്കെ ജീവൻ അവിടെ തയ്യാറാണ്. ഒപ്പം SFI നേതാവ് വിജിൻ അവിടെ എത്താനാകില്ല, അദ്ദേഹം ചർച്ചയിൽ കയറി. എ റഹീം നമ്മോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ എ റഹീം, സർക്കാരിൻ്റെയും സർവകലാശാലയുടെയും ഒപ്പം വിദ്യാർത്ഥികളുടെയും ഒക്കെ സംയുക്തമായ ഇടപെടൽ വിജയം കാണുന്നു എന്ന ധ്വനിയാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്നും മണത്തറിയാനാകുന്നത്. ഒരുപക്ഷെ ലക്ഷ്മി നായർ മാറി നിൽക്കണം എന്നത് ഡയറക്ടർ ബോർഡ് തന്നെ നിർദ്ദേശിക്കാൻ പോകുന്നു. ഡയറക്ടർ ബോർഡ് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് മുന്നിൽ ഇതാ മുട്ടുമടക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും സജീവമായി കഴിഞ്ഞു. എ റഹീം, എങ്ങനെയാണ് ഇതിനെ ക്രിയാത്മകമായി ഈ സന്ദർഭത്തിൽ കാണേണ്ടത്, നിരീക്ഷിക്കേണ്ടത്? സമരം വളരെ വേഗതയിൽ അവസാനിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്രയും കാലം ഇതിനു മുമ്പ് തന്നെ പറഞ്ഞോളൂ ശ്രീ റഹീം. ശ്രീ റഹീം പറഞ്ഞോളൂ, കേൾക്കാം. ഈ സമരം ഒരു വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് നിങ്ങളുടെ വാർത്തകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. വിദ്യാർത്ഥി സമരം ആവേശഭരിതമായ ഒരു വിജയത്തിലേക്ക് പോകുന്നു എന്നതിൽ
പഴയൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിൽ അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ ആ സിൻഡിക്കേറ്റിൽ ഉപസമിതി അംഗമായി സിൻഡിക്കേറ്റിലെ നടന്ന ചർച്ചകളിലുമൊക്കെ സജീവമായി പങ്കെടുത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ന്യായമാണ്. പ്രിൻസിപ്പൽ മാറുക എന്നതൊഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും സിൻഡിക്കേറ്റ് ഗൗരവമായ തീരുമാനം നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. ഈ സർവകലാശാല ഈ സിൻഡിക്കേറ്റ് കഴിഞ്ഞതോടുകൂടി തന്നെ ഈ സമരത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചിരുന്നു. ഈ സമരത്തിന് വലിയൊരു ഫലമുണ്ട്, വലിയൊരു വിജയമുണ്ട്. പക്ഷെ പലപ്പോഴും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ചർച്ച പോയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഒരു ലക്ഷ്മി നായർക്ക് കുട്ടികളെ ഇങ്ങനെ അടക്കി ധരിക്കാൻ കഴിഞ്ഞു, അതും ലോ സ്റ്റുഡൻസിനെ? നിർഭയമായി ഞങ്ങളുടെ മുമ്പിൽ വന്ന കുട്ടികളുണ്ട്. നിങ്ങൾ നോക്കൂ, ഇത്രയധികം സമ്മർദ്ദമുണ്ടായിട്ടും നിർഭയമായി നിൽക്കുന്ന ഈ കുട്ടികൾക്ക് എന്താ ഇന്നലകളിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതുപോലെയുള്ള ലക്ഷ്മി നായർമാർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം ഇന്റേണൽ അസസ്മെന്റ് സംവിധാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ യഥാർത്ഥ പ്രിൻസിപ്പാൾ മാറുന്നു എന്നത് മാത്രമല്ല, സമ്പ്രദായം മാറുകയാണ്. ഇവിടെ ഈ ലോ അക്കാഡമി സമരത്തിന്റെ ഏറ്റവും വലിയ വിജയമായി ഞാൻ കാണുന്നത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മറ്റ് കോളേജുകളിലേക്ക് പോലും മാറാൻ പോവുകയാണ്. ഉദാഹരണത്തിന് സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ആരും ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു തീരുമാനം, വരാൻ പോകുന്ന അക്കാഡമിക് കൗൺസിൽ യോഗത്തിന് മുമ്പായി ഇന്റേണൽ അസസ്മെന്റ് സംവിധാനത്തെ മുഴുവൻ പൊളിച്ചെഴുതുന്നതിന്, ലോ അക്കാഡമി സമരത്തിന്റെയും അനുഭവത്തിന്റെയും പശ്ചാത്തലത്തിൽ പൊളിച്ചെഴുതുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി സിൻഡിക്കേറ്റിന്റെ പരീക്ഷാ വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, എക്സാമിനേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ. ഈ സമരത്തിന്റെ ഒരു വലിയ വിജയമാണത്. നാളുകളിൽ ഇതുപോലെ ഒരു ഇര പോലും ഉണ്ടാകാതിരിക്കാനും ലക്ഷ്മി നായർമാർക്ക് അധികാരം കിട്ടാതിരിക്കുന്നതിനും ഈ സിൻഡിക്കേറ്റ് ഞങ്ങളെ ചലിപ്പിച്ചത്, ഞങ്ങളെ ചിന്തിപ്പിച്ചത് ഈ സമരമാണ്. വ്യക്തമാണ്. ശ്രീ ജയം രോഹിത് കേൾക്കാമെങ്കിൽ. ശ്രീ രോഹിത്, അതായത് ഇങ്ങനെയാണ് ഒരു സമരത്തിൽ ക്രിയാത്മകമായി ഇടപെടേണ്ടതെന്ന് സർക്കാർ തെളിയിച്ചു. ഒപ്പം സർവകലാശാലയും കൃത്യമായ ഇടപെടലുകൾ, അതായത് മാതൃകാപരമായി പ്രശ്നങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമായും ഉണ്ടാകും. ആ പ്രശ്നങ്ങളോട് എങ്ങനെ ഭരണകൂടം പ്രതികരിക്കുന്നു എന്നുള്ളതിലാണ് പ്രസക്തി. 19 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. കൃത്യമായി സമരം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇന്റേണൽ അസസ്മെന്റിലാണ് ഇത്തരം സ്വേച്ഛാധിപത്യ പ്രവണതകൾ വളരാൻ സാധ്യതയുള്ളത്. അവിടെ പിടിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. VC-മാരുടെ യോഗം ഫെബ്രുവരി 2-ന് വിളിക്കാൻ മുഖ്യമന്ത്രി തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ ഇതൊരു മാതൃകയാക്കി തന്നെ മുഴുവൻ പരിഷ്കാരത്തിലേക്കും എത്തുന്നു. പീപ്പിൾ TV ആണ് ജിഷ്ണുവിലൂടെ ഈ സമരത്തിന് തന്നെ തുടക്കം കുറിച്ചത്, സ്വാശ്രയ പ്രശ്നത്തിന്റെ. ശ്രീ രോഹിത്, അല്ല, സംഘടിതമായിട്ടുള്ള വിദ്യാർത്ഥി സമരങ്ങൾ പരാജയപ്പെട്ട ചരിത്രം കേരളത്തിലില്ല. ഇപ്പൊ ലോ കോളേജിലെ തന്നെ നിങ്ങളിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടലുകൾ, ഗവൺമെന്റിന്റെ സമയബന്ധിതമായ ഇടപെടലുകൾ, ആ അവകാശവാദമൊക്കെ പൊള്ളത്തരമാണ്. കാരണം ഈ സമരം ആദ്യമായിട്ട് കേരളത്തിൽ ആരംഭിക്കുന്നത്, ലോ അക്കാഡമിയിലെ പ്രിൻസിപ്പാൾക്കെതിരെ സമരം ആരംഭിക്കുന്നത് KSU ആണ്. KSU സമരം തുടങ്ങി. അതിൻ്റെ കൂടെ MSF-ഉം ASF-ഉം സമരരംഗത്തേക്ക് വന്നു. SFI സ്വാഭാവികമായിട്ടും ഈ സമരത്തിലേക്ക് നിർബന്ധിക്കപ്പെട്ടു, ഈ സമരത്തിൻ്റെ കൂടെ അണിചേരുവാൻ. കാരണം വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷം അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ആദ്യത്തെ ഒരു സമീപനം സ്വീകരിച്ചത്, അവർക്ക് അനുകൂലമായിട്ട് നിലപാടാണ് SFI സ്വീകരിച്ചത്. സ്വാഭാവികമായും സമരം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയപ്പോൾ SFIക്ക് ആ സമരത്തോടു കൂടി യോജിക്കേണ്ടി വന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ചു സർക്കാരിൻ്റെ സമയബന്ധിതമായ ഇടപെടൽ. സർക്കാരിൻ്റെ സമയബന്ധിതമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ 10-20 ദിവസത്തോളം വരുന്ന ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ആ കോളേജിന് മുമ്പിൽ പട്ടിണി കിടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകില്ലായിരുന്നു. ഇതിപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ, കേരളത്തിലെ പൊതുസമൂഹം വളരെ ശക്തമായി ഈ വിഷയത്തിനകത്തൊരു നീതിയുണ്ട്, വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയത്തിനകത്തൊരു നീതിയുണ്ട്, അവരെ കൂടെ നിൽക്കണം, ആ സമരം വിജയിക്കണമെന്നുള്ള പൊതുസമൂഹത്തിൻ്റെ അവരുടെ എല്ലാം ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം അതിൻ്റെ വിജയത്തിലേക്ക് കടക്കുന്നത്. അവിടെ നടക്കുന്ന കോളേജ് മാനേജ്മെന്റിന്റെ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുന്നു എന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോഴല്ല ഒരു സർക്കാർ ഉണ്ടായിരുന്നത്, മുമ്പും സർക്കാരുകൾ ഉണ്ടായിരുന്നു. ഞാൻ എണ്ണി പറഞ്ഞു തരാം. കാലിക്കറ്റ് സർവകലാശാലയിൽ VC-യുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇടപെട്ട സമരം 150 ദിവസം കഴിഞ്ഞു, ഒരു സർക്കാരും ഇടപെട്ടില്ല. MG സർവകലാശാലയിൽ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട സമരം, അതും 50 ദിവസം പോലും പിന്നിട്ടു, അവിടെയും സർക്കാർ ഇടപെട്ടില്ല. ഉമ്മൻചാണ്ടിയാണ് ഭരിക്കുന്നത്.
സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ SME പ്രശ്നങ്ങൾ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് നഴ്സിംഗും പാരാമെഡിക്കൽ കോളേജും ഇടപെട്ടു, സമരം നടത്തി. അവിടെയും 15 ദിവസം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥി അവസാനം കോളേജ് അധികൃതരെത്തിയാണ്. എന്തിന് കാട്ടാക്കട? ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ ഒരു സ്ഥലമാണ് കാട്ടാക്കട. കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജ് എയ്ഡഡ് സ്കൂൾ കോളേജാണ്. അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനായില്ല. വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രക്ഷോഭം നയിച്ചതാണ്. എണ്ണി ഇനിയും പറയണോ? ശ്രീബുദ്ധ കോളേജ്, ഇങ്ങനെ ഒരുപാട് സമരങ്ങൾ തൊട്ടു മുമ്പ് സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. ഒരു സർക്കാരും ഇടപെട്ടില്ല. 20ാമത്തെ ദിവസമായപ്പോൾ പ്രിൻസിപ്പലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട്. രോഹിത്, അല്ല, കഴിഞ്ഞ നിങ്ങളിപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന നടത്തുന്ന സമരത്തെക്കുറിച്ച് പറഞ്ഞു. കോഴിക്കോട് സർവകലാശാലയിൽ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 100 ദിവസം പിന്നിട്ട സമരം. ആ സമരത്തിന്റെ എല്ലാം ഉദ്ദേശശുക്തി എന്തായിരുന്നു? ഹോസ്റ്റലിൽ പഠിക്കുന്ന കായിക വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അന്യായമായ സമരമാണ് ആ കാലഘട്ടങ്ങളൊക്കെ നടന്നത്. അപ്പൊ സ്വാഭാവികമായും അന്യായമായി നടക്കുന്ന സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമായിരിക്കും. ഇവിടെ ലോ അക്കാഡമി സമരത്തെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. ലോ അക്കാഡമി എന്ന് പറയുന്ന അവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യം ന്യായമായിരുന്നു. വിദ്യാർത്ഥികളെ അവരുടെ താല്പര്യങ്ങൾക്ക്, പ്രിൻസിപ്പാളിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഇന്റേണൽ അസസ്മെന്റ് പേരിൽ അവരെ ഹറാസിന് വിധേയപ്പെടുത്തുക, ഹോട്ടലിൽ പണിയെടുപ്പിക്കുക, ഇത്തരത്തിലുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് നിന്ന് ഒരു സമരം നടത്തിയതിന്റെ വിജയത്തിലേക്കാണ് വിദ്യാർത്ഥികളുടെ എതിർവശത്ത് UDF വന്നാൽ അവിടെ ഒന്നും സമരങ്ങളൊന്നും ന്യായമല്ലാതാകുമോ രോഹിത്? ശരി, രോഹിത്തിലേക്ക് എത്താം. ABVP പ്രതിനിധി മനു ഒരുപക്ഷെ അതുകൊണ്ടാണല്ലോ രോഹിത്തിലേക്ക് എത്താം. മനു, അതായത് ഒരുപക്ഷെ വലിയ ക്രിയാത്മകമായ സർക്കാരിൻ്റെ ഇടപെടലുകളാണ് ഇതിലേക്ക് നയിക്കപ്പെട്ടത് എന്നൊരു പക്ഷേ രാഷ്ട്രീയമായി മനു സമ്മതിക്കില്ലായിരിക്കാം. പക്ഷേ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സമരത്തോടുള്ള ക്രിയാത്മകമായ ഇടപെടൽ ഒരുപക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നു എന്ന പല ഘട്ടങ്ങളിലുമുള്ള ആരോപണങ്ങളെ ശരിവെക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ എതിരിലും അനുകൂലവുമായി നിരത്താനുണ്ടാകാം. പക്ഷേ പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന് അല്ലെങ്കിൽ രാജിവെക്കുന്നതിലേക്ക് പോകണമെന്ന് ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്താണ്? വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു നിലപാടായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ഉപസമിതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ്? ഉപസമിതിയുടെ റിപ്പോർട്ടിൽ അന്ന് നാഗരാജ് എന്ന കോളേജിൻ്റെ പക്ഷത്തുള്ള ആൾ പറഞ്ഞത് ഈ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും കേൾക്കാൻ തയ്യാർ. വിദ്യാർത്ഥിക്ക് അനുകൂലമായ നിലപാടുകളാണ് സർക്കാർ ആദ്യം മുതലേ എടുക്കുന്നതെന്നൊരു പരിഭവം പോലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ സമരം വിജയിച്ചാൽ അല്ലെങ്കിൽ ലക്ഷ്മി നായർ മാറി നിന്നാൽ അത് സർക്കാരിൻ്റെ ക്രിയാത്മക ഇടപെടലാണെന്ന് വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടോ? അല്ല, എനിക്ക് പറയാനുള്ളത്, ഈ സമരം വിജയിച്ചാൽ അതിൻ്റെ വിജയം വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഏറ്റെടുത്തൊരു സമരം കേരളത്തിൽ വിജയിച്ചു എന്നാണ് പറയേണ്ടത്. സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ആലോചിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 20ാമത്തെ ദിവസം. ഇതിനു മുൻപുള്ള പല കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഓരോ ഘട്ടത്തിലെടുത്തല്ലോ ഉപസമിതി റിപ്പോർട്ട് വന്നു. അതിനു മുമ്പ് സർക്കാർ അതിൻ്റെതായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ സർവകലാശാല സ്വീകരിച്ചു. ഉപസമിതിയുടെ റിപ്പോർട്ടെത്തി. തുടർന്നുള്ള ഓരോ കാര്യങ്ങളും പരിശോധിക്കാം. ഏത് കാര്യങ്ങളാണ്? വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾ ഈ കാര്യം, ഞാൻ പോയ ഒരാളാണ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. ഞങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത്, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും അവിടെ നിങ്ങൾ രാഷ്ട്രീയമായി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാനൊരു രാഷ്ട്രീയമായി തന്നെ സമ്മതിക്കും, എനിക്കങ്ങനെ പറയാൻ ഒരു മടിയുമില്ല ഒരു കാര്യങ്ങളും. ഞാൻ പറയുന്നത്, ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയ്ക്ക് ഞങ്ങൾ ചെന്നിരുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായി ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പക്ഷത്താണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും പരിഹരിക്കാനുമാണ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. അതിൽ പ്രിൻസിപ്പാളിനെ മാറ്റി നിർത്തണം എന്ന് SFI പറയുകയും ബാക്കി മുഴുവൻ ആൾക്കാരും പ്രിൻസിപ്പാൾ രാജിവെക്കണം എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അദ്ദേഹം അത് കേട്ടു. അതിനുശേഷം അതുമായി അനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്റേണൽ മാർക്കിൻ്റെ കാര്യം, അതുപോലെ തന്നെ അറ്റൻഡൻസിൻ്റെ കാര്യം. ഇതൊക്കെ പ്രിൻസിപ്പാൾ ഞങ്ങൾക്കെതിരായി ഉപയോഗിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്ത പ്രിൻസിപ്പാൾ രാജിവെക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളോട് പറഞ്ഞത്, ശരി, പ്രിൻസിപ്പാൾ രാജിവെക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം, അറ്റൻഡൻസും ഇന്റേണലുമാണല്ലേ പ്രശ്നം, അങ്ങനെയാണെങ്കിൽ ഇന്റേണലിന് വേണ്ടി മറ്റൊരു അധ്യാപകനെ നമുക്ക് നിയോഗിക്കാം. ഞങ്ങൾ അവിടെ വെച്ച് ചർച്ച തടസ്സപ്പെടുത്തിയില്ല എന്നല്ല, ഞങ്ങളുടെ പ്രശ്നം പ്രിൻസിപ്പാൾ രാജിവെക്കുകയാണ്, അങ്ങ് അതിനാണ് മറുപടി തരേണ്ടത് എന്ന് പറഞ്ഞു. അതെനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. തീർച്ചയായും നേതാവ് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിൽ ഉപസമിതി
ഇടപെട്ടതിൽ ഒക്കെ പരിമിതികളുണ്ട്. ആ പരിമിതി എന്നത് ഒരു സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ്. പ്രിൻസിപ്പൽ മാറണമെന്ന് പുറത്തുനിന്ന് ആരെങ്കിലും നിർദ്ദേശിച്ചാൽ അത് കോടതി വഴി സാധുവാകുകയും ഈ നിങ്ങളുടെ സമരങ്ങളൊക്കെ അസാധുവാകുകയും ചെയ്യുന്ന ഘട്ടമാണ്. കോടതിയിൽ ചെന്ന് കാര്യങ്ങൾ പരാജയപ്പെടും എന്ന് മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഒരു സർക്കാരിന്റെ രീതി. രണ്ടാമതുണ്ട് സമരങ്ങൾ ഞാൻ വിളപ്പിൽശാല സമരം, ആ സമരം കോടതിയിൽ പരാജയപ്പെട്ടതാണ്. പക്ഷെ ജനകീയമായ മുന്നേറ്റങ്ങളിലൂടെ ഇന്നും കോടതിയുടെ വിധി അവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അത് സർക്കാരിന് ഇന്നും ഇടപെട്ട് നടപ്പിലാക്കാൻ പറ്റില്ല. വിദ്യാർത്ഥികളുടെ ഐക്യത്തോടെയുള്ള സമരത്തിന്റെ വിജയമായി മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിൻസിപ്പാൾ മാറി നിൽക്കണം, ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതല്ല ഇന്നും വിദ്യാർത്ഥികളുടെ ആവശ്യം. വിദ്യാർത്ഥികളുടെ ആവശ്യം പ്രിൻസിപ്പാൾ രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളതാണ്. ആ ആവശ്യത്തിൽ ഉറച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതീക്ഷ ഞങ്ങൾക്കില്ലാതായി എന്ന്. എന്നിട്ട് അവസാനം ഞങ്ങൾ ചോദിച്ചു 24 മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ സാർ ഞങ്ങൾക്ക് വെക്കാൻ പറ്റുമോ, രാജിവെക്കുമോ? ഇല്ല, എനിക്ക് പറയാൻ പറ്റില്ല. ഉപസമിതിയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനം വരും. യൂണിവേഴ്സിറ്റി ഉപസമിതി റിപ്പോർട്ട് തേടി, വിദ്യാർത്ഥികളെല്ലാം സഹകരിച്ചില്ല, എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളും ബോധിപ്പിച്ചു, തെളിവ് സഹിതം അവിടെ ഹാജരാക്കി. എല്ലാം കഴിഞ്ഞു, ഉപസമിതി റിപ്പോർട്ട് വന്നു. ഉപസമിതി റിപ്പോർട്ടിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമർപ്പിച്ചു. കുറ്റക്കാരാണ്, ലക്ഷ്മി നായർ കുറ്റം ചെയ്തിട്ടുണ്ട്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉപസമിതി സിൻഡിക്കേറ്റ് വെച്ചു. സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. എല്ലാ തരത്തിലും കുറ്റക്കാരായിട്ടുള്ള ഒരാൾ ഈ അറ്റൻഡൻസിന് ക്രമക്കേട് കാണിച്ചിട്ടുണ്ട്, ഇന്റേണൽ മാർക്കിന്റെ കാര്യങ്ങളിൽ സ്വന്തം മരുമകളാകാൻ പോകുന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അതൊക്കെ ശരിയല്ലെന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാണെന്ന് ഉപസമിതി യോഗം പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുക്കുന്ന സമയത്ത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഇന്ന് കേസെടുത്തു എന്നുള്ളതാണ്. രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ഇന്ന് കേസെടുത്തു. ഒറ്റ കാര്യം ശ്രീ എ റഹീം, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ശ്രീ എ റഹീം, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ഉണ്ട്. അതായത് ഈ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് 2-3 ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നതാണ്. അത് പഴകിയതാണെന്ന് വിചാരിക്കരുത്. മനു ഇപ്പോഴും ആ തെറ്റിദ്ധാരണ പറയുന്നു. ഒന്ന് തിരുത്തി കൊടുക്കൂ, തിരുത്താനുണ്ടെങ്കിൽ. മനുവിന്റെ രാഷ്ട്രീയം എനിക്കറിയില്ല. മനു ABVP പ്രതിനിധിയാണ്, അഖിലേന്ത്യാ. കേരള സർവകലാശാല പ്രവർത്തിക്കുന്നത്, സർവകലാശാലയും സർക്കാരും ഒക്കെ പ്രവർത്തിക്കുന്നത് നിയമാനുസൃതമായിട്ടാണ്. കേരള സർവകലാശാല അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിയമാനുസൃതമായ തീരുമാനങ്ങളാണ്. ആക്ട്, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന രണ്ടും ഞങ്ങളുടെ നിയമഗ്രന്ഥങ്ങളാണ്. അതിനുള്ളിൽ ഇല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് തീരുമാനമായിട്ട് എടുക്കാൻ കഴിയില്ല. ഒരു പ്രിൻസിപ്പാളിനെ മാറ്റാനോ മാറ്റണമെന്ന് ആവശ്യപ്പെടാനോ ഞങ്ങൾക്ക് അധികാരമില്ല. അതോ ഇല്ലാത്ത അധികാരം ഞങ്ങളെടുത്ത് പ്രയോഗിച്ചാൽ നിയമപരമായി ഞങ്ങളുടെ ഈ തീരുമാനത്തെയും നിങ്ങൾ തന്നെ മാതൃകയാണെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്ന റിപ്പോർട്ടിനെയും അസാധുവാക്കാൻ ആ ഒരൊറ്റ വാചകം മതി. രണ്ട് ഞാനൊന്ന് പറയട്ടെ. അതേസമയം സർവകലാശാലയ്ക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം സർവകലാശാല ചെയ്തു. മനുപറ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പാളിനെ പരീക്ഷാ ജോലികളിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ? എന്തിനാ മാറ്റിയത്? അനുരാധയുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞു, കുട്ടികൾക്ക് മാർക്ക് ദാനത്തിന്റെ കാര്യം പറഞ്ഞു, കുട്ടികളെ ഇന്റേണൽ പേരിൽ പീഡിപ്പിക്കുന്നത് പറഞ്ഞു, അറ്റൻഡൻസിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വരെ പരീക്ഷാ ജോലികളിൽ നിന്ന് മാറ്റിയത്. ഇതുവരെ 5 വർഷത്തേക്ക് ഇതുവരെ ഒരു വിദ്യാർത്ഥി സംഘടന നിലയിൽ നിങ്ങൾ കാണേണ്ടതാണ്. ഒരു ലക്ഷ്മി നായർ മാറ്റാനുള്ള സമരത്തിന്റെ ഭാഗമായി നിങ്ങൾ നിന്നു. ഞാനതിനെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. 2, മാറി അടുത്തു വരുന്ന ആളിനും ഇതുപോലെ കുട്ടികളെ പീഡിപ്പിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം അവിടെ ഇരുന്നാൽ വീണ്ടും പീഡിപ്പിക്കപ്പെടില്ലേ? മനു അവിടുന്ന് പഠിച്ചിറങ്ങി പോയേക്കാം, പുതിയ ആൾക്കാർ വരില്ലേ, അവർ വീണ്ടും പീഡനത്തിനിരയാകും. അവിടെ സർവകലാശാല ചെയ്തെന്താ? ഇനി ഒരിക്കലും അത്തരത്തിലുള്ള പീഡനം ഉണ്ടാക്കാതിരിക്കാൻ ഇതര വിദ്യാർത്ഥികളെ പോലും, ഇതര ക്യാമ്പസുകളിൽ പോലും ഇത് ഉപയോഗപ്പെടും വിധം ഇന്റേണൽ അസസ്മെന്റ് പൊളിച്ചെഴുതാൻ പോവാണ്. തൊട്ടടുത്ത അക്കാദമിക കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകാൻ പോവാണ്. അതിനുവേണ്ടി പരീക്ഷാ വിഭാഗത്തെ ചുമതലപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ വിജയം ഉണ്ടായത് നിങ്ങളുടെ സമരത്തിന്റെ വിജയത്തെ, നിങ്ങളുടെ വിജയത്തെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല? നിങ്ങളുടെ വിജയമാണ്, നിങ്ങൾക്ക് എക്കാലവും പറയാൻ കഴിയുന്ന വിജയമാണ്. നാളെ ഏതെങ്കിലും ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥി ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ലോയിലെ തന്നെയുള്ള 7, 8, 9, 10 സെമസ്റ്ററുകളിലായി 500 മാർക്കിന്റെ ഇന്റേണൽ പരീക്ഷാ സംവിധാനം ഉൾപ്പെടെ പുനഃപരിശോധിക്കപ്പെടാൻ പോവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ വിരൽ ചൂണ്ടിയ ഇത് നിങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ കൊണ്ടങ്ങനെ ചിന്തിപ്പിച്ചത്, ഞങ്ങളെ കൊണ്ടങ്ങനെ പഠിച്ചത്, ഞങ്ങളത് ചെയ്തത്. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. UGC എത്രയോ കാലമായി പറഞ്ഞു ഇന്റേണൽ അസസ്മെന്റുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ ഒരു ഓംബുഡ്സ്മാൻ വേണം. കേരള യൂണിവേഴ്സിറ്റിയിൽ പോലും അത് ഉണ്ടായിട്ടില്ല. അതേ ഉണ്ടാകാൻ പോകുന്നു. എന്തേ ഞങ്ങൾ ചിന്തിക്കാൻ കാരണമായത്? നിങ്ങളുടെ സമരമാണ്.
നിങ്ങളുടെ സമരമാണ്. ഇവിടെ നിങ്ങൾ മുഴുവൻ വിദ്യാർത്ഥികളും ഉയർത്തിയ മഹാസമരത്തിന്റെ വിജയമാണ്. തീർച്ചയായും മനുവിന് അത് വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഇദ്ദേഹം വലിയ കാര്യമായി സിൻഡിക്കേറ്റ് എടുത്തതായിട്ട് പറഞ്ഞു. പരീക്ഷാ ചുമതലകളിൽ നിന്നും ഡീബാർ ചെയ്തു മാറ്റി നിർത്തി. ഒരു കാര്യം പറയണം, സമരം തുടങ്ങി 3-ാമത്തെ ദിവസം ആ സമരത്തിന്റെ ആ കോളേജിന്റെ ഡയറക്ടറായിട്ടുള്ള നാരായണൻ നായർ സാർ ഞങ്ങളെ വിളിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തി. അദ്ദേഹം പറഞ്ഞത് പ്രിൻസിപ്പാൾ രാജിവെക്കുന്നത് ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാം. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട റഹീം ഇവിടെ സൂചിപ്പിച്ചത്. അവിടെ പരീക്ഷാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. പരീക്ഷാ ചുമതലകൾ മാറുക എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപികയുടെ ജോലിഭാരം കുറഞ്ഞു എന്നുള്ളതാണ്. അവർ ഇടപെടലുകളാണ് നമുക്ക് അവസാനിപ്പിക്കേണ്ടത്. പക്ഷേ സർക്കാരിന് ശുപാർശ ചെയ്തത് എന്താ? നിങ്ങൾ ഇവരെ രാജിവെപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തണം എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കുന്നു. സർക്കാർ ഞങ്ങളോട് പറഞ്ഞത് രാജിവെക്കാൻ ഇത്തരത്തിൽ സമ്മർദ്ദങ്ങളെ ആകൂ, അതിനപ്പുറത്തേക്ക് പോയാൽ അത് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പക്ഷത്തിന് സാധൂകരണമാകും. ശ്രീ ഉണ്ണിച്ചെറിയാൻ, അതായത് ഇവിടെ മനുഷ്യാവകാശ പ്രശ്നമാണ് പ്രധാനമായും ഉള്ളത്. അതായത് ജിഷ്ണുവിൻ്റെ വധത്തോടുകൂടി അല്ലെങ്കിൽ മരണത്തോടുകൂടി ഈ പ്രശ്നം പീപ്പിൾ ടി വിയാണ് പൊതുസമൂഹത്തിന്. പിന്നീട് അതിനുശേഷം സ്വാശ്രയ കോളേജുകളിലെ എല്ലാ സമരങ്ങളും ഇതിനെ തുടർന്ന് പുറത്തെത്തുകയായിരുന്നു. കൂടുതൽ എന്തൊക്കെയോ കാരണങ്ങൾ മസാലക്കൂട്ടുകൾ കൊണ്ട് ശ്രദ്ധേയമായതുകൊണ്ട് ലോ അക്കാദമി മാത്രം കൂടുതലായി ഫോക്കസ് ചെയ്യുന്നു. അവിടെ മാത്രം നിരാഹാരം അനുഷ്ഠിക്കാനായി മലബാറിൽ നിന്ന് പോലും നേതാക്കന്മാരെത്തുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം പോകട്ടെ. അതെ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത്. പക്ഷെ മാതൃകാപരമായ ഇടപെടലുകളാണ് സർവകലാശാലയും സർക്കാരും വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് ചെയ്തതെന്ന് പക്ഷഭേദമില്ലാതെ നമുക്ക് പറഞ്ഞുകൂടി. അല്ല, എനിക്ക് പക്ഷമില്ല ഇതിനകത്ത്. ഞാൻ പറയാം, ഇതിനെ നമ്മൾ ഈ ലോ അക്കാദമിയിലെ പ്രശ്നത്തെ 3 പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന്, വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം, അവരുടെ ആവശ്യം പ്രിൻസിപ്പൽ രാജിവെക്കണം എന്നുള്ളതാണ്. രണ്ടാമത്, അതിൻ്റെ ഭൂമി പണ്ട് 1968 ഈ പാട്ടത്തിന് കൊടുത്തതും പിന്നീട് പതിച്ചു കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടെന്നോ ഈ ഭൂമിയുടെ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം നടന്നിട്ടുണ്ടെന്നുള്ളത് രണ്ടാമത്തെ ഒരു ആരോപണമാണ്. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ അഫിലിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതൊക്കെ സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതിനെ അടിയന്തരമായിട്ട് ഈ അജ്മിഷാദ് പറഞ്ഞ പോലെ മനുഷ്യാവകാശപരമായ ഒരു പ്രശ്നം നിൽക്കുന്നത് ആദ്യത്തെ പ്രശ്നത്തിലാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുഴുവൻ വിദ്യാർത്ഥികളും ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന എല്ലാ തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട്. എതിർത്ത് ആരെങ്കിലും പ്രിൻസിപ്പലിനെ അനുകൂലിച്ച് ഏതെങ്കിലും വിദ്യാർത്ഥി സംസാരിച്ചതായിട്ടൊന്നും നമ്മൾ ഇതുവരെ കാണുന്നില്ല. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും, ഞാൻ ആദ്യം തന്നെ പറയാം, വിദ്യാർത്ഥി സംഘടനകൾ വളരെ മാതൃകാപരമായിട്ട് സമരം ചെയ്തു. അതിനകത്ത് അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ തീർച്ചയായിട്ടും. പക്ഷേ ഇത് ഈ പ്രിൻസിപ്പളിൻ്റെ രാജിയിലേക്ക് വരുന്നത്, പ്രിൻസിപ്പളിൻ്റെ രാജിയാണ് ഇതിന് ശരിയായ പരിഹാരം. പക്ഷേ പ്രിൻസിപ്പളിൻ്റെ രാജി വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ നിങ്ങൾ രാജിവെച്ച് പോകൂ എന്ന് പറയാൻ നാട്ടിലെ നിയമം അനുവദിക്കുന്നില്ല. നാട്ടിലെ നിയമം അനുസരിച്ചല്ലാതെ സർവകലാശാലയ്ക്കോ സർക്കാരിനോ പ്രവർത്തിക്കാനും പറ്റില്ല. ഈ നമുക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പൊതുവികാരങ്ങൾ പലതരത്തിലുണ്ടാവാം. വളരെ അതിതീവ്ര വികാരങ്ങൾ ഉണ്ടാവാം. ഈ കുട്ടികളുടെ ദയനീയ അവസ്ഥ ഓർത്ത്, അല്ലെങ്കിൽ ഈ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതോ ചൂഷണം ചെയ്യപ്പെട്ടതോ കബളിപ്പിക്കപ്പെട്ടതോ ഒക്കെ ഓർത്തിട്ടുള്ള വികാര പ്രകടനങ്ങളൊക്കെ ഉണ്ടാവാം. ഒരു സർക്കാരിനോ യൂണിവേഴ്സിറ്റിക്കോ ആ വികാരപ്രകടനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. അവർക്ക് നിയമപരമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. വളരെ ശക്തമായിട്ട്, അതായത് ഈ ലക്ഷ്മി നായരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിഗമനങ്ങളും അതിനകത്തില്ല. അത് മാത്രമല്ല, ഇവർ വളരെ കുഴപ്പങ്ങളുണ്ടാക്കുന്നുവെന്നും വിദ്യാർത്ഥി വിരുദ്ധമായിട്ട് പെരുമാറുന്നു എന്നുള്ള വ്യക്തമായ സൂചനകൾ റിപ്പോർട്ടിലുണ്ട്. പിന്നെ ഇപ്പോൾ ആരോപണം എന്തുകൊണ്ട് അവരെ പുറത്താക്കിയില്ല എന്ന്. അങ്ങനെ പുറത്താക്കാൻ സിൻഡിക്കേറ്റിന് അധികാരമുണ്ടോ? അങ്ങനെ പുറത്താക്കിയാൽ അത് നിയമപരമായി നിലനിൽക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതിലേക്ക് ആരും പോകുന്നില്ല. അപ്പോൾ ഇവരുടെ ധാരണ നമുക്കിപ്പോൾ അറിയാം, ഒരു പക്ഷേ ലക്ഷ്മി നായരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടാവണം, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ശരി, ലക്ഷ്മി നായരെ മാറ്റൂ. തീർച്ചയായും ഉപസമിതി കൺവീനർ കൂടിയായിരുന്ന ശ്രീ രാജേഷ് നമ്മോടൊപ്പം ഉണ്ട്. രാജേഷിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും പുതിയ വാർത്തയുടെ വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, വിദ്യാർത്ഥികളുമായുള്ള ചർച്ച കഴിഞ്ഞോ? ഈ ഡയറക്ടർ ബോർഡ് യോഗം പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അകത്തിപ്പോഴും വിദ്യാർത്ഥി സംഘടനകളുമായുള്ള നേതാക്കന്മാരുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. 8:10 കൂടിയാണ് ചർച്ച ആരംഭിച്ചത്. ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ഗവേണിംഗ് കൗൺസിലിന്റെ നിർദ്ദേശം എന്നോണം കൊലിയക്കോട് നാരായണ നായർ വിദ്യാർത്ഥികൾക്ക് മുമ്പായി ലക്ഷ്മി നായർ മാറി നിൽക്കാമെന്നൊരു നിർദ്ദേശം അവതരിപ്പിച്ചു. ചുമതല വൈസ് പ്രിൻസിപ്പലിന് നൽകാമെന്നും കൊലിയക്കോട് നാരായണ നായർ നിർദ്ദേശം അവതരിപ്പിച്ചു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒത്തുതീർപ്പ് ധാരണ അകത്ത് രൂപപ്പെട്ടതായി നിലവിൽ നമുക്കറിയില്ല. ഇത് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് വന്ന നിർദ്ദേശമാണ്. നേരത്തെ വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാന
പ്രധാനപ്പെട്ട ആവശ്യമെന്നത് ലക്ഷ്മി നായരുടെ രാജിയിൽ കുറഞ്ഞ ഒന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മുമ്പാകെ മാനേജ്മെന്റ് നിലവിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം മാറി നിൽക്കാമെന്നതാണ്. അതിനോട് വിദ്യാർത്ഥി സംഘടനകൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നത് ഇപ്പോഴും നമുക്കൊരു രൂപം കിട്ടിയിട്ടില്ല. അല്പസമയത്തിനകം അത്തരം കാര്യങ്ങളൊരു വിശദീകരണം അതിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും നിലവിൽ ആദ്യഘട്ടത്തിൽ മുതൽ മാറി നിൽക്കില്ല, ഒരു കാരണവശാലും മാറി നിൽക്കില്ല എന്ന് പറഞ്ഞ നിലപാടിൽ നിന്നും മാറി നിൽക്കാമെന്നൊരു നിർദ്ദേശത്തിലേക്ക് മാനേജ്മെന്റ് പതിയെ പിടി അയഞ്ഞിരിക്കുന്നു. തീർച്ചയായും അത് വിദ്യാർത്ഥികൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന ആവശ്യത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും രാജിയിൽ കുറഞ്ഞൊന്നും അംഗീകരിക്കില്ല എന്ന വിദ്യാർത്ഥി സംഘടനകളുടെ നിലവിലത്തെ നിലപാട് തന്നെ അവിടെ ആവർത്തിക്കപ്പെടുമോ എന്നത് അല്പസമയം കൂടി കാത്തിരുന്നതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ കഴിയൂ. അജിംഷാദ്, എന്തായാലും വരും മിനിറ്റുകളിൽ തന്നെ അത്തരം വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അജിംഷാദ്. തീർച്ചയായും ശ്രീ രാജേഷ്, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ തീരുമാനം പുറത്തെത്തും. ഇപ്പോൾ മാനേജ്മെന്റ് ആദ്യത്തെ പിടിവാശിയിൽ നിന്നും ഇതിലേക്ക് വരെ എത്തി. ഇനി എന്താകും വിദ്യാർത്ഥികളുമായുള്ള ചർച്ചയിൽ ഡയറക്ടർ ബോർഡ് ഈ പ്രശ്ന പരിഹാരത്തിന് ഇതിലേക്ക് നയിക്കപ്പെട്ട വലിയ സമ്മർദ്ദം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥിക്ക് അനുകൂലമായുണ്ട്. ഒപ്പം സർവകലാശാല ഉപസമിതിയുടെ റിപ്പോർട്ടും അല്ലെങ്കിൽ ഉപസമിതിയുടെ പ്രവർത്തനവും സിൻഡിക്കേറ്റും ഒക്കെ അതിന് സഹായകമായി. പക്ഷേ അങ്ങനെ സഹായകമായി എന്ന വിലയിരുത്തലുകൾ രൂപപ്പെടുമ്പോൾ തന്നെ രാഷ്ട്രീയമായ ഇടപെടലുകൾ മനുവും രോഹിതും KSUവും ABVPയും ഒക്കെ അതിൻ്റെ എതിർഭാഗത്തു നിന്ന് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താം? ഇതിൽ ഈ സമരത്തിൻ്റെ കുട്ടികളുടെ സമരം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിക്കേണ്ടായി. ഈ മാസം 16-ാം തീയതിയാണ് യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിൽ ഈ ലോ അക്കാഡമിയിൽ നടന്ന ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ പേരിലുള്ള പീഡനമായാലും മറ്റ് തരത്തിലുള്ള ഹരാസ്മെൻ്റ് ആയാലും ഇതിനൊക്കെ സംബന്ധിച്ച് ആദ്യമായി വിദ്യാർത്ഥികൾ പരാതി തരുന്നത് ഈ മാസം 16-ാം തീയതിയാണ്. 17-ാം തീയതി ചേർന്ന അഫിലിയേഷൻ കമ്മിറ്റി അതിൽ തീരുമാനം എടുക്കുന്നു, കമ്മീഷൻ വരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് 5 വിദ്യാർത്ഥി സംഘടനകളാണെന്ന് പരാതി വന്നിരുന്നത്. SFI, KSU, MSF, ABVP, ASF. ഈ 5 വിദ്യാർത്ഥി സംഘടനകളുടെ പരാതിയിൽ ഒരിക്കലും പരാമർശിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് സമരത്തിന് ആധാരമായിട്ടുള്ളത്. ഇതിൽ ഒരു വിദ്യാർത്ഥി സംഘടന പോലും ലാൻഡ് സംബന്ധിച്ച് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു വിദ്യാർത്ഥി സംഘടന പോലും അവിടുത്തെ അഫിലിയേഷനെ കുറിച്ചോ എക്സസ് ലാൻഡിനെ കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അവർക്കുള്ള തികച്ചും അക്കാദമികമായിട്ടുള്ള പ്രിവിലേജസ് അല്ലെങ്കിൽ അവർക്ക് അവിടെ നിഷേധിക്കപ്പെടുന്ന അക്കാദമികമായിട്ടുള്ള അവകാശങ്ങൾ, മനുഷ്യാവകാശം തന്നെ അക്കാദമികമായിട്ടുള്ള അവകാശങ്ങൾ, ഇതാണ് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ഉന്നയിച്ചത്. അതിന് ഏറ്റവും ഉചിതമായ തരത്തിൽ, ഏറ്റവും ശക്തമായ തരത്തിൽ ഇതിനപ്പുറത്തേക്ക് യൂണിവേഴ്സിറ്റിക്ക് പോകാൻ സാധിക്കില്ല. ഒരു അക്കാഡമിക് വിദഗ്ധൻ ഈ റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ നമ്മുടെ തീരുമാനം നോക്കിയിട്ട് വേണം പറയാം. ഇതിൽ രാഷ്ട്രീയമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ സമരത്തിന് ഒന്നാകെ തന്നെ പക്ഷെ ഒരു സർവകലാശാലയ്ക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ശക്തമായ നടപടിയാണ് പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ സർവകലാശാലയ്ക്ക് വിശ്വാസമില്ല എന്നും പറഞ്ഞ് പരീക്ഷാ ചുമതല നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഗുരുതരമായ പ്രത്യാഘാതം എത്രയാണ്. കാരണം സർവകലാശാലയ്ക്ക് തന്നെ പ്രിൻസിപ്പലിന് വിശ്വാസമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിച്ച് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് പോലും മാനേജ്മെൻറ്റിനെ പ്രേരിപ്പിച്ചത് യൂണിവേഴ്സിറ്റിയുടെ ശക്തമായ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ രോഹിത്, അങ്ങനെയല്ലേ കാര്യങ്ങൾ? അത്തരത്തിലൊരു ക്രിയാത്മക ഇടപെടലിന് എന്തിന് രാഷ്ട്രീയം തടസ്സമാകണം? ഒന്നിച്ച് സമരം ചെയ്യുന്നു, ഈ കാര്യങ്ങളെ ഒന്നിച്ച് ഈ തരത്തിൽ വിലയിരുത്തിക്കൂടെ? അല്ല, ഈ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് 20 ദിവസം ഈ സമരം നീണ്ടുപോയത്. സർവകലാശാല ഇടപെട്ടു എന്ന് പറഞ്ഞ് സർവകലാശാലയുടെ ഔദാര്യമൊന്നുമല്ല. ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതി സ്വാഭാവികമായിട്ട് അവർ അന്വേഷിക്കേണ്ടി വരും. അവർ ഉപസമിതി ചില കണ്ടെത്തലുകൾ നടത്തേണ്ടി വരും. ഞാൻ ചോദിക്കുന്നു, ഗവൺമെന്റ് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സമരം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്? ആ ചർച്ചയിൽ തന്നെ ഇപ്പം മനു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ എന്താ, നിങ്ങൾക്ക് കുറെ പരാതികളുണ്ട്, ആ പരാതികൾ മുഴുവൻ ഇങ്ങോട്ട് പറയൂ, ഞാനിത് കേൾക്കാം. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ എന്താ, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുന്ന ആ അന്വേഷണത്തിന്റെ സ്ഥിതി എന്താ? അന്വേഷണം ഇവിടെ എത്തിയിട്ടില്ല. അവിടുത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു തെളിവ് പോലും ഈ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുകയാണ്. പിന്നെ നിങ്ങളിവിടെ തുടക്കത്തിൽ പറഞ്ഞു
പ്രിൻസിപ്പാളിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പെടുത്ത് കേസെടുത്തു നിന്ന് 21-ാം തീയതി ജനുവരി 21-ാം തീയതി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് വിദ്യാർത്ഥി വിവേക് പരാതി കൊടുത്താൽ ഇന്ത്യൻ നിയമമനുസരിച്ച് അദ്ദേഹം SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം ഒരു പരാതി കൊടുത്താൽ ആ പരാതിക്കകത്ത് കേസെടുക്കണം. അത് ഗവൺമെന്റിന്റെ വലിയ നിലപാടിന്റെ ഭാഗമായിട്ടൊന്നും ഇവിടെ പറയണ്ട. അതൊരു പൗരന് കിട്ടേണ്ട സ്വാഭാവികമായ നീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഗവൺമെന്റിന് അതാണ് ശ്രീ രോഹിത് ഉന്നയിക്കുന്ന കാര്യങ്ങളിലെ സംശയങ്ങൾ ഇതൊക്കെയാണ്. ശരിയാണ്. ഈ 20 ദിവസം കൊണ്ട് ഞാൻ നേരത്തെ താങ്കളോട് ഒരു ലിസ്റ്റ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിലെ, MG സർവകലാശാലയിലെ, സ്കൂൾ SME-യിലെ, ശ്രീബുദ്ധ കോളേജിലെ, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ഒക്കെ സമരങ്ങൾ 20 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെട്ടു അന്ന് നിങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തരുത് പ്ലീസ് ശ്രീ രോഹിത്. ഒപ്പം ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങളുടെ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താ ചേരി തിരിഞ്ഞ് ഗ്രൂപ്പ് കളിക്കുകയായിരുന്നില്ലേ ചെയ്തത്? ചാമക്കാല അവതരിപ്പിക്കുന്ന പ്രമേയം ജോൺസൺ എബ്രഹാം അംഗീകരിച്ചോ? ജോൺസൺ എബ്രഹാം പറയുന്ന പ്രമേയത്തിന് സ്വന്തമായി ജോൺസൺ എബ്രഹാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയല്ലേ വന്നത്? ഗോപകുമാർ എന്ന് പറയുന്ന ഒരു മാറി നിന്ന അംഗത്തിനെതിരെ മാത്രം സുധീരൻ ഇന്ന് നിങ്ങളുടെ KPCC പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഒരാളിന് തോന്നുന്നത് നിങ്ങൾ ഇതിലും ഗ്രൂപ്പ് കളിക്കുകയാണ്. ആ രോഹിതാണോ ഈ കാര്യത്തെ സംബന്ധിച്ച് സർക്കാരിന്റെ 20 ദിവസത്തെ ഇടപെടലുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നത്? കേരളത്തിലെ ഒരു മാധ്യമങ്ങളും പറയാത്ത ഒരു ആരോപണം മാത്രമാണ് ഇന്നിപ്പോൾ കൈരളി പീപ്പിൾ ചാനലിലൂടെ നിങ്ങൾ പറയുന്നത്. അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനകത്ത് ഒരു സിൻഡിക്കേറ്റ് അംഗം വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പാർട്ടി വളരെ കൃത്യമായി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. KPCC-യുടെ അധ്യക്ഷൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് ആ വഴിക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അവിടെയും ഗ്രൂപ്പാണ്. അതായത് അവിടെയും ഗ്രൂപ്പാണ്. ഇത് എന്റെ അഭിപ്രായമല്ല, പീപ്പിൾ TVയുടെ അഭിപ്രായമല്ല. ഇത്തരത്തിൽ വാർത്തകൾ സജീവമായി ഉണ്ട് രോഹിത്. അത് രോഹിത് കണ്ടില്ലെന്ന് നടിക്കരുത്. ജോൺസൺ എബ്രഹാം എന്ന സുധീരൻ പക്ഷക്കാരൻ, ചാമക്കാല എന്ന ചെന്നിത്തല പക്ഷക്കാരൻ, ഇവരുടെ പ്രമേയങ്ങൾ പരസ്പരം അംഗീകരിക്കാതിരിക്കുന്നു. ഗോപകുമാർ എന്ന ഒരു കക്ഷിയുടെ മാത്രം കാര്യത്തിൽ സുധീരൻ ഇടപെടുന്നു. സുധീരൻ മൊത്തത്തിൽ സിൻഡിക്കേറ്റിനെ ആക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തു. ഗോപകുമാറിന്റെ അഫിലിയേഷൻ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ മുമ്പോട്ട് വെച്ചു. ഒപ്പം ഗോപകുമാറിനെതിരെ മാത്രം നടപടിക്ക് ശുപാർശ ചെയ്യുന്ന ഒരു രീതി കോൺഗ്രസിനുള്ളിൽ കാണുന്നു. ഇത്തരത്തിൽ 3 ഗ്രൂപ്പായി തിരിഞ്ഞു നിന്ന് ഇങ്ങനെ അടിച്ചവർക്കെതിരെ ഒരു നിഷ്പക്ഷമായ നിലപാട് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ആ കാര്യത്തിൽ പോലും ആകുന്നില്ല നിങ്ങൾക്ക്. ഇത് എന്റെ അഭിപ്രായമല്ല, പൊതുവെ ഉയർന്നു വരുന്നതാണ്. മറുപടി രോഹിതിന് പറയാം. അല്ല, പ്രിയപ്പെട്ട അജിൻ ഷാ, വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊന്നും സത്യമാകില്ല. ഇപ്പൊ ഞാൻ കൈരളി TVയെ ഒരു വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താ അറിയോ, ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ ക്യാമ്പയിൻ നടത്തിയ ആളുകളാണ്. പക്ഷെ ആ ക്യാമ്പയിൻ ലോ അക്കാഡമിയുടെ വിഷയത്തിൽ തുടങ്ങാൻ ലേറ്റ് ആയ ആളുകൾ അല്ലെങ്കിൽ വൈകിയ ആളുകൾ കൂടിയാണ്. ഒരിക്കലുമല്ല, അത് വെറും തെറ്റിദ്ധാരണയാണ്. ജിഷ്ണുവിന്റെ പ്രശ്നം തന്നെ വളരെ കൃത്യമാണ്. വളരെ കൃത്യമാണ്. കേരളത്തിലെ സ്വാശ്രയ മാഫിയകളുടെ സംരക്ഷകരാണ് കേരളത്തിലെ ഗവൺമെന്റ്. ശ്രീ രോഹിത്, അതായത് ഈ വാർത്തകളാകെ കൊണ്ടുവന്നത് ഇതിലേക്ക് അക്കാദമിയുടെ കാര്യങ്ങളെ മാത്രമായി ചുരുക്കുകയാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങൾ പക്ഷേ ജിഷ്ണുവിന്റെ നെഹ്റു കോളേജിലും ടോംസ് കോളേജിലും ഒപ്പം അക്കാദമിയെ സംബന്ധിച്ചും ഒക്കെ വാർത്തകൾ ഉണ്ടാക്കുകയും ആദ്യം #ക്യാമ്പയിനിലൂടെ ഇതിനൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തതാണ്. പക്ഷേ അക്കാദമിക്ക് മുന്നിൽ മാത്രമേ നിങ്ങൾ നിരാഹാരം കടന്നുള്ളൂ എന്നതാണ് പ്രശ്നം. ആ പ്രശ്നത്തിന് ചാനലിന്റെ മേളിലോട്ട് പഴിക്കേണ്ടതില്ല. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം. ഇടവേളയ്ക്ക് പോയതിനു ശേഷം നമുക്ക് മടങ്ങിയെത്താം. തീർച്ചയായും ശ്രീ A. റഹീം, അതായത് ഒരുപക്ഷെ ഇവിടെ ഉയരുന്ന വലിയൊരു ആക്ഷേപം ഒന്നാണ്, ഈ വിഷയത്തെ സംബന്ധിച്ച് സർക്കാർ മാതൃകാപരമായി ഈ സംഭവത്തെ കണ്ടു, അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം. വിയോജിപ്പുകൾ പല രാഷ്ട്രീയ കോണുകളും ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും സംഭവങ്ങളുടെ മെറിറ്റിൽ. പക്ഷേ ഇതിനകത്ത് വലിയ ചില പ്രശ്നങ്ങളുണ്ട്. ലോ അക്കാദമിയിലെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഒരുപക്ഷെ SFI, AISF, ABVP, KSU അടക്കമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നു. ജിഷ്ണുവിൻ്റെ മരണം സംഭവിച്ച നെഹ്റു കോളേജിൽ ഈ പ്രസ്ഥാനങ്ങളൊന്നുമില്ലായിരുന്നു. ഇവരുണ്ടാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നിങ്ങളടക്കം വളച്ചൊടിച്ചിരുന്നു. പക്ഷെ ഇവരുണ്ടായിട്ടും കാര്യമില്ല എന്നതിലേക്കല്ലേ കാര്യങ്ങൾ പുരോഗമിച്ചത്? അവിടെയാണ് സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയമായ ഇടപെടലിൻ്റെ ഒക്കെ അഭാവം വരച്ചിടേണ്ടത്. ശ്രീ റഹീം, അതിൽ നിന്ന് നിങ്ങൾക്കൊന്നും മോചനമില്ല.
ശ്രീ എ. റഹീം, തീർച്ചയായും ശ്രീ ഉണ്ണിച്ചെറിയാൻ, അതായത് ആ രീതിയിലേക്ക് ഉള്ള ഒരു ചർച്ചയ്ക്ക് വഴിയായിരിക്കുന്നു. ഒരുപക്ഷെ സർക്കാർ ഇന്ന് കണ്ടിരിക്കുന്ന വലിയൊരു തീരുമാനം എന്നത് VC-മാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ഷാർപ്പ് ഷൂട്ടായിട്ടാണ്. അതായത് ഒരു സ്വാശ്രയ കോളേജുകളിലും പഠിക്കാൻ പേടിക്കേണ്ട ഒരവസ്ഥ ഇനി വിദ്യാർത്ഥിക്ക് ഉണ്ടാകില്ല. ഇതൊക്കെ പാഠമായി എടുത്ത് നീങ്ങുന്ന ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം, അത് ശ്ലാഘിച്ചേ മതിയാകും. ഒരുപക്ഷെ രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടായിക്കോട്ടെ. ഇവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കൃത്യമായ അഭാവം ഈ പ്രശ്നങ്ങളിലെല്ലാം ഉണ്ട്. ഇവരുണ്ടായിട്ടും ഇതൊക്കെ സമരങ്ങൾ ചെയ്തു എന്ന് മാത്രമാണ് മനുവിനെ പോലുള്ളവർ പറയുന്നത്. അല്ല, ഇതിനകത്ത് സംഭവിക്കുന്നൊരു കാര്യം, ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ 15 വർഷം കൊണ്ട് വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ നടന്നതാണ്. കാരണം അധ്യാപകർ, ഈ പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രചരണവും പിന്നെ ഈ സ്വാഭാവികമായിട്ട് മാതാപിതാക്കൾ കുട്ടികൾ കോളേജിൽ പോകുന്നത് പഠിക്കാനാണ്, പഠിച്ചിട്ട് ഇങ്ങോട്ട് വരിക, സമരം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് ഈ മാതാപിതാക്കളെ എത്തിക്കുന്ന ഒരു സംസ്കാരം കൂടി ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കോളേജുകളിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെ ഇല്ലാതായിപ്പോയി. സ്വാശ്രയ കോളേജുകളിൽ അതിനൊരു സാധ്യത പോലും ഇല്ലാതെയായിപ്പോയി. ഈ സ്വാശ്രയ കോളേജുകളിലൊക്കെ നടക്കുന്ന ഈ അക്രമങ്ങളുടെ ബേസായിട്ടുള്ള കാരണം ഇതാണ്. അവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല, വിദ്യാർത്ഥി സംഘടനകളില്ല. ഇപ്പോൾ സർക്കാർ ഒരു ഓംബുഡ്സ്മാനെ വയ്ക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, നല്ലത്, അങ്ങനെയാണെങ്കിൽ നല്ലത്. കാരണം ഇത് ആരോടെങ്കിലും പരാതി പറയാൻ വേണമല്ലോ. അപ്പോൾ വിദ്യാർത്ഥി സംഘടനാ ഒന്ന് ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തോടുള്ള പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളും മറ്റു ചില ആളുകളും അരാഷ്ട്രീയരായ ചില ആളുകളും കൂടെ വളർത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട്. വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ തന്നെ അത് വിദ്യാർത്ഥികളെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന, വിദ്യാർത്ഥികൾ സമരം ചെയ്യാനല്ല കോളേജിൽ പോകുന്നത്, പഠിക്കാനാണ് പോകുന്നതെന്ന് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇത് ആദ്യത്തെ പ്രശ്നം. വിദ്യാർത്ഥി സംഘടനകളില്ലാതെ ഒരു കോളേജിനെന്നല്ല ഒരിടത്തും, കാരണം രാഷ്ട്രീയമില്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയം എല്ലായിടത്തുള്ളതാണ്. ഓരോ പ്രവൃത്തിയിലും ഓരോ ശ്വാസത്തിലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ടും ഇതിന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ലോ അക്കാദമിയുടെ കാര്യത്തിൽ ലോ അക്കാദമിയിൽ വളരെ സജീവമായിട്ട് എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഉണ്ടായിരുന്നതാണ്. ഈ പത്രവാർത്തകളിലും ടെലിവിഷൻ ചാനലുകളിലും പറഞ്ഞ് കേൾക്കുന്ന രീതിയിലുള്ള പീഡനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. എത്ര വർഷങ്ങളായി പറഞ്ഞു കേട്ടിടത്തോളം. മനു പറയാം. കേരളത്തിൽ ജിഷ്ണു പ്രണോയ് പോലുള്ള സംഭവങ്ങൾ കേരള ലോ അക്കാദമിയിൽ ഉണ്ടാകാത്തത് ഒറ്റയടിക്ക് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിട്ട് എന്താ സംഭവിച്ചില്ല എന്ന് പറയുന്നില്ല. അവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാത്തത് വിദ്യാർത്ഥി സംഘടനകളുടെ സജീവമായ പ്രവർത്തനമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ പറയുന്ന ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആ ക്യാമ്പസിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്നുണ്ട്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ അവിടെ നടക്കുന്നൊരു പ്രശ്നം, വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ ഇതുവരെ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതിന് ഒന്നാമത്തെ കാരണം, ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പാളിനെതിരെ സമരരംഗത്ത് ഇറങ്ങുന്ന സമയത്ത് ABVPക്ക് അറിയാമായിരുന്നു ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള പ്രഷർ ഉണ്ടാകും. അങ്ങനെ സാധാരണ ഒരു പ്രിൻസിപ്പാളിനെതിരെയുള്ള സമരമല്ല, രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ജുഡീഷ്യറിയിലും പത്രമാധ്യമങ്ങളിലും പോലീസിലുമൊക്കെ അത്രമാത്രം സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ ഇവിടെ എല്ലാ വർഷവും ABVP സമരത്തിലേക്ക് വരാറുണ്ട്. പക്ഷേ ABVP അത് ഒറ്റയ്ക്കാണ് ഏറ്റെടുക്കാറുള്ളത്. ABVP അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പ് 1ാം റാങ്ക് കിട്ടേണ്ട ജയശങ്കർ എന്ന് പറയുന്ന ABVPയുടെ പ്രവർത്തകൻ നാരായണൻ നായർക്കെതിരെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് 2ാം റാങ്ക് വാങ്ങിച്ചു പോകേണ്ട ഇന്ത്യൻ മാർക്ക് കുറവ് കുറയ്ക്കുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഒരു ABVPയുടെ ആദ്യത്തെ സെനറ്റ് മെമ്പറായിട്ടുള്ള മഹേഷ്, അദ്ദേഹം MBL വിദ്യാർത്ഥിയായിരുന്നു, ഈവനിംഗ് ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു. നാരായണൻ നായരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവിടുത്തെ MBL കോഴ്സ് PG കോഴ്സായിരുന്നത് ഡിപ്ലോമ കോഴ്സാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അവസാനം സുപ്രീം കോടതിയിൽ ആ കേസ് പോയി. ഈവനിംഗ് ബാച്ചിലെ വിദ്യാർത്ഥി മത്സരിക്കാൻ പാടില്ല, അവർക്ക് സെനറ്റിലേക്ക് അംഗത്വമില്ല. ഞാൻ ഒരു കാര്യം കൂടെ, ആ കേസ് അവസാനം ABVP കൗണ്ടർ ഫയർ ചെയ്തത് സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ദീപക് എന്നുള്ള വിദ്യാർത്ഥി കൂടി ഉണ്ടായിരുന്നു. SFIയുടെ പ്രതിനിധിയാണ് ദീപക്. അവസാനം ഇപ്പോൾ നമുക്ക് വാർത്ത എത്തിയിരിക്കുന്നു. ചർച്ച പരാജയം എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജീവൻ, വിദ്യാർത്ഥികളും മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയാണോ പരാജയപ്പെട്ടത്? അജിംഷാ, തീർച്ചയായും. കാരണം വിദ്യാർത്ഥികൾ ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ മാനേജ്മെന്റ് മുൻപോട്ട് വെച്ച നിർദ്ദേശം രാജിയില്ല, പകരം പ്രിൻസിപ്പാളിനോട് മാറി നിൽക്കാം എന്നൊരു നിർദ്ദേശം അവർ മുൻപോട്ട് വെച്ചു. എന്നാൽ യാതൊരു കാരണവശാലും ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയുണ്ടായില്ല. ഗവേണിംഗ് കൗൺസിലിന് വേണ്ടി ഡയറക്ടർ കൂടിയായ കൊലിയക്കോട് നാരായണ നായരാണ് ഈ നിർദ്ദേശം മുൻപോട്ട് വെച്ചത്. എന്നാൽ യാതൊരു തരത്തിലും
ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി പറഞ്ഞതോടുകൂടി ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പ്രിൻസിപ്പലിന്റെ ചുമതല പകരം വൈസ് പ്രിൻസിപ്പലിന് നൽകാം എന്നൊരു നിർദ്ദേശം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പ്രിൻസിപ്പലിന്റെ രാജിയിൽ കുറഞ്ഞ ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകൾ കൃത്യമായി പറഞ്ഞു. അതോടുകൂടി ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനിയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ പുറത്തേക്ക് എത്തിയിട്ടില്ല. അജിംഷാദ്, തീർച്ചയായും ജീവൻ, അതായത് ഡയറക്ടർ ബോർഡ് യോഗം അല്ലേ ഇനി നടക്കാനുള്ളത്? ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം ഒരു പക്ഷേ ഇത്രയേറെ സമ്മർദ്ദങ്ങൾ സർക്കാരിലും സർവകലാശാല വഴിയും വിദ്യാർത്ഥികൾ വഴിയും ഉണ്ട് എന്നിരിക്കെ വിദ്യാർത്ഥികളുടെ ആവശ്യം ഇതാണ്, അവർ അതിൽ നിന്ന് മാറുന്നില്ല, കട്ടൻ ഡ്രൈഡായി നിൽക്കുന്നു എന്നുള്ള തീരുമാനങ്ങളൊക്കെ കൊണ്ട് ഒരു പക്ഷേ ഡയറക്ടർ ബോർഡിൽ ഇത്തരം ഒരു നിർദ്ദേശം വന്നുകൂടെ? നാരായണൻ നായർ സാർ അതിനു മുന്നേ ഇതിലേക്ക് പോകാവുന്നൊരു സൂചന വേണമെങ്കിൽ അത്തരത്തിൽ പറയാവുന്നത് നൽകിയിരുന്നില്ലേ ജീവൻ? അജിംഷാദ്, തീർച്ചയായും സാങ്കല്പികമാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം വിദ്യാർത്ഥികളുമായുള്ള ചർച്ച പരാജയപ്പെട്ടു. മാനേജ്മെന്റും വിദ്യാർത്ഥികളും നേരിട്ടാണ് ചർച്ച നടത്തിയത്. അത് പരാജയപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിയതമായ ഒരു രൂപം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിലായിരിക്കും ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നതിനെ ഇനിയെല്ലാം ആസ്പദമാക്കിയിരിക്കുക. എന്തായാലും ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടതോടുകൂടി ഇനി എല്ലാ കണ്ണുകളും വീണ്ടും വിദ്യാർത്ഥി സംഘടനകളിലേക്കും മാനേജ്മെന്റിലേക്കും നീളുകയാണ്. തീർച്ചയായും വിജിൻ, SFI നേതാവ് വിജിൻ അവിടെ അതിഥിയായി ചേരുന്നുണ്ടാകാം. ജീവൻ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ശ്രീ രാജേഷ്, ഈ രീതിയിലേക്കാണ് കാര്യങ്ങളെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഉപസമിതിയുടെയോ സിൻഡിക്കേറ്റിൻ്റെയോ ഒക്കെ നിർദ്ദേശങ്ങളെ മറികടക്കാൻ പ്രാപ്തമായ ഒരു ധാർഷ്ട്യം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നത് ആരോപിക്കപ്പെടുന്നത് പോലെ സത്യമാണ് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. യൂണിവേഴ്സിറ്റിയുടെ അധികാര പരിധിയിലില്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിഷയത്തിൽ ലക്ഷ്മി നായർ മാറി നിൽക്കണമെന്നൊരു ആവശ്യം മാനേജ്മെൻറ്റ് ഉന്നയിക്കാത്തത്. അപ്പോൾ അതിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു നിയമ നടപടിയിലേക്ക് പോയി മൊത്തത്തിൽ കാര്യങ്ങൾ കോടതിയിൽ കുരുങ്ങുന്ന ഒരവസ്ഥ സംജാതമായാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ രണ്ടാമതായി ഒരു വാദം പറഞ്ഞത് അഫിലിയേഷൻ റദ്ദ് ചെയ്യുക അല്ലെങ്കിൽ അഫിലിയേഷൻ സസ്പെൻഡ് ചെയ്യുക എന്നാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിൽ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട നടപടികൾ നേരിട്ട 2 കോളേജിൻ്റെ കാര്യം പറയാം. ഒന്ന്, ഞങ്ങളുടെ കൂടെ തന്നെ സഹപ്രവർത്തനായ ജ്യോതികുമാർ ചാമക്കാല മാനേജറായിട്ടുള്ള ഒരു കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ട് മാസം 6. ഇതിൻ്റെ പ്രക്രിയ തുടങ്ങിയിട്ട് 4 വർഷമായി. നിങ്ങൾക്കറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. PA അസീസ് കോളേജ് അതിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് അറിയാം. 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ആ പ്രക്രിയ പൂർത്തിയായത്. ഇവിടെ സവിശേഷ സാഹചര്യം എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മാൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പ്രിൻസിപ്പൽ എന്നാണ്. 150 പരാതി കിട്ടി, 90 പേരെ തെളിവെടുത്തു. ഒരാൾ പോലും മാനേജ്മെന്റിനെതിരെ ഒരു പരാതിയും പറഞ്ഞില്ല. എനിക്കൊന്നും ഈ സുഹൃത്തിന് പോലും മാനേജ്മെന്റിനെതിരെ പരാതിയില്ല, അധ്യാപകർക്കെതിരെ പരാതിയില്ല, അക്കാഡമിക്കെതിരെ പരാതിയില്ല. പരാതി പ്രിൻസിപ്പളിന് മാത്രം. ഒരു പ്രിൻസിപ്പളിനെതിരെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പള് ഏതെങ്കിലും തരത്തിലുള്ള ശരികേട് കാണിച്ചാലുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അഫിലിയേഷൻ പിൻവലിക്കാൻ പറ്റൂ. അപ്പോൾ ഇത്തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിയമക്കുറിക്ക് ഒരു സംശയവും നിയമക്കുറിക്കുണ്ടാകും. അതുകൊണ്ടാണ് സാധ്യമായ തരത്തിൽ നമ്മൾ മാനേജറിനെതിരെ പരാതി ഇല്ല എന്ന് പറഞ്ഞു. അവിടുത്തെ വിഷയങ്ങൾ ആവർത്തിച്ചു, അവിടുത്തെ വിഷയങ്ങൾക്ക് കാരണക്കാരനായാലും പ്രിൻസിപ്പാളിനെതിരെ പരാതി പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ പ്രിൻസിപ്പാളിന് എല്ലാവിധ പിന്തുണയും നടക്കുന്നത് അവിടുത്തെ മാനേജറാണ്. അവരുടെ കുടുംബ സ്വത്തായിട്ടാണ് അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങൾ പിന്നീട് ഉയർന്നു വന്നതാണ് എന്നുള്ളത് കൊണ്ട് അതൊന്നും യാഥാർത്ഥ്യമാവുന്നില്ല. സർക്കാരിന്റെ മുന്നിലുള്ള ഏക വഴി ഇതിന്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കോളേജ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സിൻഡിക്കേറ്റിന് ഇതിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ സമരമൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇതിന് തീരുമാനമെടുക്കുന്ന അതോറിറ്റി ഉണ്ടാക്കുവാനും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുവാനും ഇവിടെ ഒരു സർക്കാർ ഉള്ളതും അതിനൊരു ഗവൺമെന്റ് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അതിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് 2 കേസ് എടുത്തു എന്ന് വലിയ കാര്യത്തിൽ പറയുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടത്തണം എന്നുള്ളത്. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള എല്ലാ അവസരവും കൊടുത്തു കഴിഞ്ഞു. അവരുടെ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അതിലുണ്ട് എന്നുകൂടി മനസ്സിലാക്കും. ഇവിടെ അവർ സംബന്ധിച്ചു കഴിഞ്ഞു അവരെങ്ങനെയായാലും ആ കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകും ആ തീരുമാനങ്ങളിൽ പോലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും മനുവിലേക്ക് എത്താം. ഒരു കാര്യമുണ്ട്, ഇടവേള. തീർച്ചയായും മനു, ഒരുപക്ഷെ മനു വലിയ ധാർമ്മികമായ കാര്യങ്ങളൊക്കെ പറയുന്നു. ആരാണ് ഈ അയ്യപ്പൻ പിള്ള?
എന്തോ ബോർഡിന്റെ അംഗമാണെന്ന് തോന്നുന്നു, ചെയർമാൻ അങ്ങനെ എന്തോ. അല്ല നിങ്ങളെന്താ ഞങ്ങളുടെ ചോദിക്കാറ് ആരാണെന്ന് ചോദിച്ചാൽ അല്ല ഈ അയ്യപ്പൻ പിള്ള എന്ന ചെയർമാൻ ഏത് പാർട്ടിക്കാരനാണ്, ഏത് പാർട്ടിയിലാണ് സജീവമായി നിന്നത്? അവിടെ വിവിധ പാർട്ടികളിലുള്ള ആൾക്കാരുണ്ട്. BJP. ശരി, ഈ പറയുന്ന രാഷ്ട്രീയമായ സ്വാധീനം ഇത്തരത്തിൽ ആണ് എങ്കിൽ ABVPക്കും BJPക്കും അവിടെ സത്യാഗ്രഹം കിടക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യപ്പൻ പിള്ളയോട് എന്തുകൊണ്ട് BJP രാഷ്ട്രീയമായി ഒരു ചോദ്യം പോലും ഉന്നയിച്ചില്ല? ഇതിലൊക്കെ കക്ഷി രാഷ്ട്രീയം കളിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ മനു. അത് അതുകൊണ്ട് ധാർമ്മികമായി BJPയുടെ ഉത്തരവാദിത്വം ഞാൻ പറയട്ടെ. ഇപ്പൊ ഉദാഹരണം കോടിയേരി ബാലകൃഷ്ണൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ആ ക്യാമ്പസ് സന്ദർശിച്ചു. എനിക്ക് പറയാനുള്ളത്, ക്യാമ്പസ് സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ ഈ വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്ത് നടത്തുന്ന ഒരു സമരമാണ്, ഇത് ക്യാമ്പസിൻ്റെ ചെറിയൊരു സമരമാണ്, ഇത് പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതില്ല. ഇന്ന് VS പറഞ്ഞത് ഇത് പൊതുപ്രശ്നമാണ്, പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട സമരമാണ്. ഞങ്ങൾ VSന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. എനിക്ക് VSനോട് ആശയപരമായി വിയോജിപ്പാണുള്ളത്. പക്ഷേ ആ വിദ്യാർത്ഥികളുടെ സമരത്തോടൊപ്പം നിൽക്കുന്ന ഏതൊരു നേതാവിനെയും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് V മുരളീധരനോട് കൈ തന്ന് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ സ്വീകരിച്ചതുപോലെ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ സ്വീകരിക്കുന്നു. കാനം രാജേന്ദ്രൻ ആ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, SFI ആർക്കെങ്കിലും അവിടെ സ്വാഗതം ഇതിലേക്കെത്താം. 9:30 വരെ ചർച്ചയുണ്ട്, അതുകൊണ്ട് അതിലേക്കെത്താം. ശ്രീ മനു, പൂനെയിലും ഹൈദരാബാദിലും ഒക്കെ VSന്റെ നിലപാടിനോട് താങ്കൾ യോജിക്കണം. ഇപ്പോൾ ജീവൻ വിവരങ്ങളുമായി ചേരുന്നു. ജീവൻ, എന്തൊക്കെയായി വിദ്യാർത്ഥികൾ, എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ നിലപാട്? വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്? ചർച്ചയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തെത്തുന്നുണ്ടോ? അജിംഷാദ്, ഇപ്പോൾ അകത്ത് വീണ്ടും ചർച്ച പുനരാരംഭിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ അലസിപ്പിരിഞ്ഞ ചർച്ച വീണ്ടും മാനേജ്മെന്റ് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുന്നു. മാറി നിൽക്കാമെന്നൊരു നിർദ്ദേശം ആദ്യഘട്ടത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പിന്നീട് അത് പോരാ, രാജി എന്ന ആവശ്യം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തി. ആദ്യഘട്ടത്തിൽ രാജി വെച്ചേക്കും, മാറി നിന്നേക്കും എന്ന നിർദ്ദേശം മാനേജ്മെന്റിന് വേണ്ടി, ഗവേണിംഗ് കൗൺസിലിന് വേണ്ടി കൊലിയക്കോട് നാരായണ നായർ മുൻപോട്ട് വെച്ചെങ്കിലും അത് വിദ്യാർത്ഥികൾ ആ കാര്യത്തിൽ തൃപ്തരായില്ല. നിലവിൽ ഇപ്പോൾ വീണ്ടും ചർച്ച പുനരാരംഭിച്ചിരിക്കുകയാണ്. മാറി നിന്നാൽ പോരാ, പൂർണ്ണമായും രാജി എന്നതാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. അത് എത്രത്തോളം നടക്കും എന്നത് അകത്ത് നടക്കുന്ന ചർച്ചകളുടെ ഭാവിയെ ആസ്പദമാക്കിയിരിക്കും. എന്തായാലും ചർച്ച ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥിതിഗതികൾ സ്ഫോടനാത്മകമാവുകയാണ്. കാരണം ഓരോ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇവിടേക്ക് പ്രകടനവും മാർച്ചുമായി എത്തുകയാണ്. വലിയ മുദ്രാവാക്യം വിളികൾ ഇവിടെ ഉണ്ടാവുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി പോലീസിന്റെ ഒരു വലിയ സംവിധാനം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തും സംഭവിക്കാവുന്ന ഒരു നിമിഷങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അകത്ത് നടക്കുന്ന ചർച്ചകളെ ആസ്പദമാക്കിയ ആയിരിക്കും അതിൻ്റെ വികാര പ്രകടനം സ്വാഭാവികമായും പുറത്തുണ്ടാവും. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ അകത്ത് നടന്നുള്ള ചർച്ചകളുടെ മറ്റ് വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്ന, അല്പസമയങ്ങൾക്ക് മുമ്പ് പുനരാരംഭിച്ചിരിക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇനി കാര്യങ്ങൾ മുൻപോട്ട് പോവുകയുള്ളൂ. അജിംഷാ, തീർച്ചയായും, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം സംബന്ധിച്ച് വേണമെന്ന ഏറ്റവും പുതിയ ഹർജി കൂടി മാനേജ്മെന്റ് കോടതിയിലേക്ക് സമീപിച്ചിരിക്കുകയാണ്. മറിച്ച് പല കാര്യങ്ങളും, കോളേജ് തുറക്കാൻ, അക്കാദമി തുറക്കാനുള്ള അവകാശം വേണം, അല്ലെങ്കിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കണം, പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ അടക്കം സമീപിക്കുന്നതിലേക്കാണ് അക്കാദമി മാനേജ്മെന്റ് പോകുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അവിടെ ഇത്തരത്തിലൊരു ചർച്ച പാളുന്ന അവസരം ആദ്യമുണ്ടാകുന്നത്. ഒരുപക്ഷെ വിദ്യാർത്ഥികൾ വലിയ രോക്ഷത്തിലായിരിക്കും. വലിയ പോലീസ് സന്നാഹം അവിടെ എത്തിയിട്ടുണ്ടോ ജീവൻ? തീർച്ചയായും ഹൈക്കോടതിയുടെ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രൊട്ടക്ഷൻ ലോ അക്കാദമി മാനേജ്മെന്റ് വാങ്ങിവെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ പോലീസ് സുരക്ഷ ഈ കാര്യത്തിൽ കോളേജിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അകത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ നേരിടാൻ തക്കവണ്ണമാണ് പോലീസും നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വൈകാരികമായി ഒരുപക്ഷെ വൈകാരിക പ്രകടനം നടക്കാനുള്ളൊരു സാധ്യത ഈ കാര്യത്തിലുണ്ട്. അകത്ത് നടക്കുന്ന ചർച്ചകളിൽ ശുഭകരമായ തീരുമാനം ഉണ്ടാവുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത. വളരെ വൈകാരികമായി തന്നെയാണ് ഇതിനെ വിദ്യാർത്ഥികളും ഒപ്പം ഇവിടെ സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാണുന്നതും. പ്രിൻസിപ്പൽ രാജിവെക്കുകയല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് സാധ്യതയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അജിംഷാ, തീർച്ചയായും ജീവൻ, ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് കൂടി നമുക്ക് പോകാം എന്ന് തോന്നുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം.